ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി പരിചയപ്പെടുത്താനാണ്. നമ്മൾ ചായയുടെ കൂടെ ആയാലും വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയുടെ ഫ്ലേവറൊക്കെയുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം ഞാനൊരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി അവസാനമായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളത് കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. 2 ബോൾസ് ആക്കിയിട്ട് പരത്താണെങ്കിൽ നല്ല നൈസായിട്ട് വലിയ വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പം അധികം നൈസായിട്ടോ നല്ല കട്ടിയിൽ പരത്തിയെടുക്കേണ്ട, ഒരു മീഡിയം ലെവലിൽ പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടാനോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ നീളത്തിലും വീതിയിലും 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണമെന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണമെന്നില്ല. നമുക്ക് ഏത് ഷേപ്പിലാണോ താല്പര്യം ആ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഷേപ്പൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്താലും മതി. ഇപ്പം ഞാൻ ഒരു ഷേപ്പ് വിചാരിച്ചിട്ടാണ് ചെയ്തത്, പക്ഷെ വിചാരിച്ച പോലെ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയോ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനൊരു കടായിൽ എണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇടുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് കട്ടിയുള്ള ഭാഗം കുക്കായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മസാലയുടെ ഫ്ലേവറോ നല്ലൊരു ക്രിസ്മസ് ഉള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.